അങ്ങനെ ഗബ്രി ജാസ്മിൻ കോംബോയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ജാസ്മിനോട് ഗബ്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിന്നോട് പ്രണയവുമില്ല, അതുപോലെ നിന്നെ കല്യാണം കഴിക്കാനും എനിക്ക് സാധിക്കില്ല. ഞാൻ നിന്നെ ഒരു ഫ്ലേർട്ടിംഗ് ടൈപ്പിലാണ് നോക്കിയത് എന്നുള്ള തരത്തിലൊരു മറുപടി അങ്ങ് ഗബ്രി ജാസ്മിന് കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ട് ജാസ്മിന് നല്ല രീതിക്ക് വിഷമായിട്ടുണ്ട്. കാരണം ജാസ്മിൻ ഇപ്പോൾ ഗബ്രിയോട് ചെറിയ രീതിയിലൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജാസ്മിനും റസ്മിനും കൂടെ വന്നിരുന്ന് സംസാരിക്കുകയാണ്. സംസാരിക്കുന്ന സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്കിനി മുതൽ അവൻ വെറും ഫ്രണ്ട് ആയിരിക്കുമെടി. കാരണം എനിക്ക് കിട്ടാനുള്ള മറുപടി എനിക്ക് കിട്ടി. ഇനി മുതൽ എനിക്ക് അവൻ വെറും ഫ്രണ്ട് ആയിരിക്കും. എല്ലാവരെയും പോലെ തന്നെ ഞാൻ അവനെ ഹഗ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ എങ്കിലും എനിക്കവൻ വെറും ഫ്രണ്ട് ആയിരിക്കും. എൻ്റെ കണ്ണിലൊരു പ്രണയം ഉണ്ടാവില്ല എന്നുള്ള രീതിക്ക് ജാസ്മിൻ പറയുകയാണ്. എന്നിട്ട് ജാസ്മിൻ ഒന്നുകൂടെ പറയുന്നുണ്ട്, റസ്മിനും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ എന്ത് ചെയ്യുമായിരുന്നെടി ഈ ഒരു സിറ്റുവേഷനിൽ. കാരണം ഇത് പറഞ്ഞാൽ ആർക്ക് മനസ്സിലാകും? എല്ലാവരും എന്നെയല്ലേ കുറ്റപ്പെടുത്തുള്ളൂ. ഇത് പറഞ്ഞാൽ ആർക്ക് മനസ്സിലാക്കും? ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ജാസ്മിൻ ഇത്തിരി വിഷമിച്ചൊക്കെ നമ്മൾ എപ്പിസോഡിലൊക്കെ കണ്ടാലും നാളെ ജാസ്മിൻ പയറ് പോലെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഗബ്രി ഇപ്പോൾ ബാത്റൂമിൽ കയറി വാതിലടച്ച് നിന്നിട്ട് ക്യാപ്റ്റനായ ശ്രീധുവിനോട് പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് മെഡിക്കൽ റൂമിൽ പോകണം, ഒന്ന് ബിഗ് ബോസിനോട് പറയൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ മേ ബി ഇവരുടെ രണ്ടുപേരുടെയും ചേർന്നുള്ള ഒരു നാടകമായിരിക്കും.